KMIC, 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 KMIC News, 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 KMIC News. നാടിന്റെ ചലനങ്ങൾ കൺമുന്നിൽ കാണാം, വാർത്താവിശേഷത്തിൻ ചെപ്പു തുറക്കാം. KMIC News, KMIC News. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂം KMIC TV പ്രേക്ഷകർക്കും റേഡിയോ ശ്രോതാക്കൾക്കും KMIC ന്യൂസിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ജലീൽ മടവൂർ. പ്രധാന വാർത്തകൾ. തെക്കൻ കേരളത്തിലെ ഏറ്റവും വലിയ ഹുബ് റസൂൽ കോൺഫറൻസ് ഡിസംബർ 20 കൊച്ചിയിൽ സ്വാഗത സംഘം നിലവിൽ വന്നു. വായന അതിജീവനത്തിന്റെ അടിയാധാരം പ്രവാസി വായന സൌദി ദേശീയതല പ്രഖ്യാപനം നടത്തി. സർവകലാശാലയുടെ വിദൂര വിദ്യാഭ്യാസ കോഴ്സുകൾക്ക് UGC അംഗീകാരം ആവശ്യപ്പെട്ട് SSF മാർച്ച് നടത്തി. ശിവസേനയുടെ സമ്മർദ്ദതന്ത്രങ്ങൾക്ക് വഴങ്ങില്ലെന്ന് മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫഡ്നാവിസ്. ട്രെയിൻ ടിക്കറ്റ് ബുക്കിംഗിന് വൻ റാക്കറ്റ്, 30 സെക്കൻഡിൽ നടന്നത് 2 ലക്ഷം ബുക്കിംഗുകൾ. PC ജോർജിനെതിരെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും KPCC പ്രസിഡന്റ് VM സുധീരനും. വാർത്തകൾ വിശദമായി. ശിവസേനയുടെ സമ്മർദ്ദതന്ത്രങ്ങൾക്ക് വഴങ്ങില്ലെന്ന് മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫഡ്നാവിസ്. BJP പാകിസ്ഥാൻ അനുകൂല നിലപാട് സ്വീകരിക്കുന്നുവെന്ന ശിവസേനയുടെ ആരോപണം കാര്യമാക്കുന്നില്ലെന്ന് വ്യക്തമാക്കുന്നതായി ഫഡ്നാവിസിന്റെ പ്രതികരണം. എത്രകാലം ശിവസേനയുമായുള്ള സഖ്യം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്നുള്ള ചോദ്യത്തിന് BJPക്ക് ഒറ്റക്ക് ഭൂരിപക്ഷം ഇല്ലാത്ത കാലം വരെ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി. എന്നാൽ അക്കാരണത്താൽ സേനയുടെ സമ്മർദ്ദങ്ങൾക്ക് വഴിപ്പെടില്ലെന്നും മഹാരാഷ്ട്ര മുഖ്യമന്ത്രി വ്യക്തമാക്കി. ഗുലാം അലിയെപ്പോലെയുള്ള ഏത് പാകിസ്ഥാനി കലാകാരൻ മഹാരാഷ്ട്രയിൽ പരിപാടി അവതരിപ്പിച്ചാലും ആവശ്യമായ സുരക്ഷ ഏർപ്പെടുത്തുമെന്ന തീരുമാനത്തിൽ നിന്നും പിന്നോക്കം പോകില്ലെന്നും ദേവേന്ദ്ര ഫഡ്നാവിസ് വ്യക്തമാക്കി. UDFിൽ നിന്നുകൊണ്ട് PC ജോർജ് മുന്നണിക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുകയാണെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും KPCC പ്രസിഡന്റ് VM സുധീരനും. കൂറുമാറ്റ നിരോധ നിയമപ്രകാരം PC ജോർജിനെ അയോഗ്യനാക്കണമെന്ന് ആവശ്യപ്പെട്ട് കേരള കോൺഗ്രസ് നേതാവ് തോമസ് ഉണ്ണിയാടൻ നൽകിയ പരാതിയിൽ സ്പീക്കർ N ശക്തൻ നടത്തിയ തെളിവെടുപ്പിലാണ് ഇരുവരും PC ജോർജിനെതിരെ മൊഴി നൽകിയത്. അരുവിക്കര ഉപതിരഞ്ഞെടുപ്പിൽ ജോർജ് UDFിന് എതിരായി പ്രവർത്തിച്ച് സ്വന്തം സ്ഥാനാർത്ഥിയെ മത്സരിപ്പിച്ചത് ഇതിന്റെ ഭാഗമായാണ്. ജോർജിന്റെ നടപടി കൂറുമാറ്റ നിരോധ നിയമത്തിൽ ഉൾപ്പെടുന്നതാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കേരള കോൺഗ്രസ് സെക്യുലർ പുനർജീവിപ്പിച്ച PC ജോർജ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്ക് പിന്തുണ പ്രഖ്യാപിക്കുകയാണ് ചെയ്തതെന്നും മുഖ്യമന്ത്രി മൊഴി നൽകി. PC ജോർജിന് MLA സ്ഥാനത്ത് തുടരാൻ അർഹതയില്ലെന്ന് സുധീരൻ പറഞ്ഞു. കോൺഗ്രസിലായിരുന്നെങ്കിൽ പാർട്ടി വിരുദ്ധ നിലപാടുകൾ സ്വീകരിച്ചതിന് ജോർജിനെ പുറത്താക്കുമായിരുന്നു. മന്ത്രിമാർക്കെതിരെ തെളിവുകളില്ലാതെ അഴിമതി ആരോപണം ഉന്നയിക്കുകയാണെന്നും സുധീരൻ പറഞ്ഞു. സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ട്രെയിൻ ടിക്കറ്റ് ബുക്കിംഗിന് വൻ റാക്കറ്റ്, 30 സെക്കൻഡിൽ നടന്നത് 2 ലക്ഷം ബുക്കിംഗുകൾ. വിശദമായ റിപ്പോർട്ടിലേക്ക്. IRCTC വെബ്സൈറ്റ് വഴി ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്ത് വൻവിലയ്ക്ക് മറിച്ചു വിൽക്കുന്ന റാക്കറ്റുകൾ പ്രവർത്തിക്കുന്നതായി കണ്ടെത്തി. ട്രാവൽ ഏജന്റുമാർ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് സെക്കൻഡുകൾക്കകം മുഴുവൻ സീറ്റുകളും ബുക്ക് ചെയ്യുന്നതായി IBL ചാനൽ നടത്തിയ ഒളിക്യാമറ ഓപ്പറേഷനിലാണ് തെളിഞ്ഞത്. 2 ലക്ഷം തൽക്കാൽ ടിക്കറ്റുകൾ 30 സെക്കൻഡിനുള്ളിൽ ബുക്ക് ചെയ്തതായി അന്വേഷണത്തിൽ കണ്ടെത്തി. ഇതുകാരണം സാധാരണ സംവിധാനങ്ങൾ ഉപയോഗിച്ച് ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നവർക്ക് ടിക്കറ്റ് ലഭിക്കാതെ വരികയാണ്. ഡൽഹിയിൽ നിന്ന് ചാപ്രയിലേക്കുള്ള സമ്പർക്ക ക്രാന്തി എക്സ്പ്രസിലെ തൽക്കാൽ ടിക്കറ്റുകൾ ബുക്ക് ചെയ്യാനാണ് അന്വേഷണ സംഘം ആദ്യം ശ്രമിച്ചത്. എന്നാൽ തൽക്കാൽ സമയം ആരംഭിച്ച് 4 മിനിറ്റിനകം വെബ്സൈറ്റ് പ്രവർത്തനം നിലച്ചു. പിന്നീട് ട്രാവൽ ഏജന്റിനെ വിളിച്ചപ്പോൾ അയാൾ ടിക്കറ്റ് നൽകാൻ തയ്യാറായിരുന്നു. പക്ഷേ ടിക്കറ്റിന്റെ വിലയേക്കാൾ 500 രൂപ അധികം നൽകണമെന്നാവശ്യപ്പെട്ടു. ഈ ടിക്കറ്റാണ് നൽകുക എന്നും അയാൾ പറഞ്ഞു. എങ്ങനെയാണ് നിങ്ങൾക്ക് ടിക്കറ്റുകൾ കിട്ടിയത് എന്ന ചോദ്യത്തിന് അത് സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുള്ള ബുക്കിംഗ് ആണെന്നും നിങ്ങൾക്കതിന് കഴിയില്ലെന്നും ഏജന്റ് റിപ്പോർട്ടറോട് മറുപടി പറഞ്ഞു. പിന്നീട് സോഫ്റ്റ്വെയർ കിട്ടാൻ എന്താണ് വഴി എന്ന ചോദ്യത്തിന് അതിന് 6000 രൂപയാകുമെന്ന് ഏജന്റ് മറുപടി നൽകുന്നതായും റെക്കോർഡ് ചെയ്ത ഫോൺ സംഭാഷണത്തിൽ പറയുന്നുണ്ട്. KMIC ന്യൂസിനു വേണ്ടി കരീം ഏലംകുളം. ഗൾഫ് വാർത്തകൾ.
അതിജീവനത്തിന്റെ വായന എന്ന പ്രമേയത്തിൽ ഇസ്ലാമിക് കൾച്ചറൽ ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യ ICF മിഡിൽ ഈസ്റ്റിൽ നടത്തുന്ന പ്രവാസി വായന പ്രചാരണ ക്യാമ്പയിൻ സൌദി ദേശീയതല പ്രഖ്യാപനം ദമ്മാമിൽ നടന്നു. ICF മുഖപത്രവും പ്രാസ്ഥാനിക ജിഹ്വയുമായ പ്രവാസി വായന മഹത്തായ 2ാം വർഷത്തിലേക്ക് കടക്കുന്ന സാഹചര്യത്തിലാണ് ഒക്ടോബർ 16 മുതൽ നവംബർ 30 വരെയുള്ള കാലയളവിൽ ക്യാമ്പയിൻ പ്രഖ്യാപിച്ചിരിക്കുന്നത്. പ്രവാസലോകത്തെ വിദ്യാർത്ഥികൾ, കുടുംബിനികൾ, അഭ്യസ്ത വിദ്യർ, പ്രൊഫഷണലുകൾ, ബിസിനസ്സുകാർ, സാധാരണക്കാർ തുടങ്ങി സമൂഹത്തിലെ മുഴുവൻ വിഭാഗങ്ങളിലേക്കും വായനയുടെ മഹത്വവും ആവശ്യകതയും ബോധ്യപ്പെടുത്തുന്നതോടൊപ്പം വായനയെ പ്രോത്സാഹിപ്പിക്കുന്നതിനും മേന്മ വർദ്ധിപ്പിക്കുന്നതിനുമായി സുസ്ഥിരം മുന്നേറ്റം, വായനാക്കൂട്ടം, വായനാദിനം, സാംസ്കാരിക സായാഹ്നം, സെമിനാർ, പ്രഭാഷണങ്ങൾ, ചർച്ചാവേദി, പ്രശ്നോത്തരി തുടങ്ങി നിരവധി പരിപാടികൾ യൂണിറ്റ്, സർക്കിൾ, സെൻട്രൽ പ്രവിശ്യാ തലങ്ങളിൽ ക്യാമ്പയിൻ കാലയളവിൽ നടക്കും. ദേശീയതല പ്രഖ്യാപനത്തോടനുബന്ധിച്ച് നടന്ന സാംസ്കാരിക സമ്മേളനം ചരിത്ര ഗവേഷകനും പ്രമുഖ സാംസ്കാരിക പ്രവർത്തകനുമായ മൻസൂർ പള്ളൂർ ഉദ്ഘാടനം ചെയ്തു. സമകാലിക സമസ്യകളെ അതിജയിക്കാൻ സാമൂഹിക പ്രതിബദ്ധതയും ധാർമ്മിക ബോധവുമുള്ള ഒരു സമൂഹത്തിന് മാത്രമേ സാധ്യമാകൂ എന്നും അതിന് മനുഷ്യൻ അറിവ് സമ്പാദിക്കണമെന്നും വായനയിലൂടെ മാത്രമേ അറിവ് സ്വായത്തമാക്കാൻ കഴിയുകയുള്ളൂ എന്നും മൻസൂർ പള്ളൂർ അഭിപ്രായപ്പെട്ടു. ഇസ്ലാമിന്റെ ആദ്യ ദിവ്യ സന്ദേശമായ വായിക്കുവാനുള്ള ആഹ്വാനം എക്കാലത്തും ഏറെ പ്രസക്തമാണെന്നും ആധുനിക സമൂഹം അതിൽ നിന്നും പാഠം ഉൾക്കൊള്ളണമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് പ്രവാസി മലയാളിക്ക് ആവശ്യമായതൊക്കെ നൽകി വായനാ സാംസ്കാരിക പരിസരത്തെ ജയിച്ചടക്കലിലൂടെ GCCയിലെ ഏറ്റവും മികച്ചതും പ്രചാരമുള്ളതുമായ പ്രസിദ്ധീകരണമായി പ്രവാസി വായന മാറിയെന്ന് ക്യാമ്പയിൻ പ്രഖ്യാപനം നടത്തി ICF മിഡിൽ ഈസ്റ്റ് പ്രസിഡന്റ് സയ്യിദ് ആറ്റക്കോയ തങ്ങൾ അഭിപ്രായപ്പെട്ടു. ICF സൌദി നാഷണൽ കമ്മിറ്റി ഉപാധ്യക്ഷൻ അബ്ദുറഹീം പാപ്പിനിശ്ശേരി അധ്യക്ഷത വഹിച്ചു. സംഗമത്തിന് ദേശീയ ക്യാമ്പയിൻ പ്രചാരണ സമിതി ജനറൽ കൺവീനർ നിസാർ കാട്ടിൽ സ്വാഗതവും സലീം പാലച്ചിറ നന്ദിയും പറഞ്ഞു. പ്രവാസി വായനയുടെ ICF ഹായിൽ സെൻട്രൽ തല പ്രഖ്യാപനം സംഘടിപ്പിച്ചു. അബ്ദുൽ ഹമീദ് സഖാഫിയുടെ അധ്യക്ഷതയിൽ ഷാഹുൽ ഹമീദ് മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്തു. 2 സെഷനുകളിലായി നടന്ന സംഗമം തഖ്വിയ സെഷന് ഇബ്രാഹിം സഖാഫി നേതൃത്വം നൽകി. വായനാ സെഷൻ നസീർ മുക്കം വിശദീകരിച്ചു. RSC മുൻ സൌദി നാഷണൽ ചെയർമാൻ നാസർ സഖാഫി പ്രവാസി വായന പ്രഖ്യാപനം നടത്തി. വായനാശീലം അന്യമാവുന്ന അവസ്ഥയിൽ നിന്നും മാറേണ്ട ആവശ്യകതയെക്കുറിച്ച് വിശദീകരിച്ചു. പ്രവാചകർ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വായിക്കുക എന്ന ദിവ്യ സന്ദേശത്തിലൂടെയാണ് പ്രയാണം തുടങ്ങിയത് എന്ന് സഖാഫി ഓർമ്മിപ്പിച്ചു. മുനീർ സഖാഫി വായനാ മാസിക ആദ്യ വരി ചേർന്ന് തുടക്കം കുറിച്ചു. ഷാജഹാൻ അഹ്സനിയുടെ പ്രാർത്ഥനയോടെ തുടങ്ങിയ സംഗമം ഷൌക്കത്ത് ചെമ്പിലോട് സ്വാഗതവും അബ്ദുറഹ്മാൻ സഖാഫി നന്ദിയും പറഞ്ഞു. നവംബർ 6 യാംബു അമാനി ഉസ്താദ് നഗരിയിൽ നടക്കുന്ന RSC മദീന സോൺ സാഹിത്യോത്സവന് 101 അംഗ സ്വാഗത സംഘം രൂപീകരിച്ചു. RSC മദീന സോൺ ചെയർമാൻ മുഹമ്മദ് സഖാഫിയുടെ അധ്യക്ഷതയിൽ ICF യാംബു സെക്രട്ടറി മുസ്തഫ കല്ലിങ്ങൽ പറമ്പ് ഉദ്ഘാടനം ചെയ്തു. അബ്ദുൽ ഹക്കീം പൊന്മള, അഷ്റഫ് മാസ്റ്റർ ആക്കോട്, അഷ്റഫ് പാലക്കാട്, അബ്ദുറഹ്മാൻ മയ്യിൽ, RSC സോൺ വിസ്ഡം കൺവീനർ അബ്ദുറഹ്മാൻ കുറ്റിപ്പുറം തുടങ്ങിയവർ പ്രസംഗിച്ചു. വിശുദ്ധ ഹജ്ജ് കർമ്മത്തിനായി എത്തിയ ഹാജിമാർക്ക് സേവനം ചെയ്ത മക്ക ഹജ്ജ് വണ്ടിയർ കോർ അംഗങ്ങളെ ICF RSC മക്ക ഘടകം സർട്ടിഫിക്കറ്റുകൾ നൽകി ആദരിച്ചു. ഏഷ്യൻ പോളിക്ലിനിക് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന സംഗമം ICF സെക്രട്ടറി മുഹമ്മദ് ഹനീഫ് അമാനി കുബനൂർ ഉദ്ഘാടനം ചെയ്തു. ബഷീർ മുസ്ലിയർ അടിവാരം അധ്യക്ഷത വഹിച്ചു. ഹറം പോലീസിന്റെയും ഇന്ത്യൻ ഹജ്ജ് മിഷന്റെയും പ്രശംസ പിടിച്ചുപറ്റുകയും മുഴുവൻ ഹാജിമാർക്ക് തണലാവുകയും ചെയ്ത മുഴുവൻ വണ്ടിയർമാരെയും RSC ചെയർമാൻ സൽമാൻ വെങ്ങളം അനുമോദിച്ചു. ഏറ്റവും നല്ല വണ്ടിയറിനുള്ള ഉപഹാരം സേതലവി ഹാജിക്ക് RSC ജനറൽ കൺവീനർ മുസ്തഫ കാളോത്ത് നൽകി. അബൂബക്കർ സഖാഫി കുറ്റിയാടി, ശിഹാബ് കുറുകത്താണി, സലാം ഇരുമ്പുഴി, ഉസ്മാൻ കുറുകത്താണി തുടങ്ങിയവർ സംസാരിച്ചു. പ്രമേഹത്തെ ഗൌരവത്തോടെ സമീപിച്ചില്ലെങ്കിൽ ചികിത്സിച്ച് ഭേദമാക്കാൻ സാധിക്കാത്ത അന്ധതയിലേക്ക് നയിച്ചേക്കുമെന്ന് മുന്നറിയിപ്പ്. UAEയിൽ പ്രമേഹ രോഗികളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് വിദഗ്ധർ ഇത്തരമൊരു മുന്നറിയിപ്പുമായി രംഗത്തെത്തിയിരിക്കുന്നത്. രോഗം ബാധിക്കുന്നവർക്കിടയിൽ ഡയബറ്റിക് റെറ്റിനോപ്പതി രോഗം വർദ്ധിച്ചു വരുന്നുണ്ടെന്ന് മെഡിക്കൽ കെയർ ഹോസ്പിറ്റലിന്റെ ഐ സെന്ററിലെ ഡോക്ടർ താരിഖ് യൂനുസ് പറഞ്ഞു. കണ്ണിന്റെ കാഴ്ച എന്നേക്കുമായി ഇല്ലാതാക്കുന്നതാണ് ഈ രോഗം. രക്തത്തിൽ അമിതമായ അളവിൽ പഞ്ചസാര ഉണ്ടാകുന്നതാണ് രോഗകാരണം. ഇത് കണ്ണുകളിലെ രക്തക്കുഴലുകളിൽ തടിപ്പിനിടയാക്കും. ഇതാണ് ഞരമ്പുകളുടെയും റെറ്റിനകളുടെയും നാശത്തിലേക്ക് എത്തിക്കുകയെന്നും ഡോക്ടർ താരിഖ് പറഞ്ഞു. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. വരിക കർമ്മ പന്തമേന്തി ധർമ്മരാജ്യം പണിതിടാൻ ഒരുമ മാനസങ്ങളാൽ കർമ്മഗാഥ തീർത്തിടാം. പോർക്കളങ്ങളിൽ തിളച്ച 40 ആണ്ടിൻ പാട്ടുകൾ ഉറച്ചൊരൊറ്റ ശബ്ദമായുറക്കെ നാം മുഴക്കണം. വരിക കർമ്മ പന്തമേന്തി ധർമ്മരാജ്യം പണിതിടാൻ ഒരുമ മാനസങ്ങളാൽ കർമ്മഗാഥ തീർത്തിടാം.
പോർക്കളങ്ങളിൽ തിളച്ച 40 ആണ്ടിൻ പാട്ടുകൾ ഉറച്ചൊരൊറ്റ ശബ്ദമായുറക്കെ നാം മുഴക്കണം. നാം പിടിച്ച ഹരിതധവള നീലെ മകിപ്പൂങ്കൊടി, നാം പൊടിച്ച വെർപ്പു തുള്ളിയിൽ ജ്വലിച്ച ദിക്കൊടി, തെരുവുകൾ പിടിച്ചെടുത്ത ധർമ്മമുക്തമാക്കണം. ഭീരുവായി മരിച്ചതില്ല ധീര രക്തസാക്ഷികൾ. വരിക കർമ്മ പന്തമേന്തി ധർമ്മരാജ്യം പണിതിടാൻ, ഒരുമ മാനസങ്ങളാൽ കർമ്മഗാഥ തീർത്തിടാൻ. ചാട്ടയിൽ പിടഞ്ഞതും കരൾ പൊടിച്ചെറിഞ്ഞതും, വെട്ടി 100 തുണ്ടമായി രണാങ്കണം വരിച്ചതും, പാട്ടിലലിയുമീണമല്ല കഥകളല്ല തോർക്ക നാം. പൂർവികർ നടന്നു പോയ കർമ്മരക്ത വഴികളാം. വരിക കർമ്മ പന്തമേന്തി ധർമ്മരാജ്യം പണിതിടാൻ, ഒരുമ മാനസങ്ങളാൽ കർമ്മഗാഥ തീർത്തിടാൻ. പീഡനങ്ങൾ അക്രമങ്ങൾ അധിനിവേശ വിക്രമം ചെറുക്കണം, തുരത്തണം മകം നിറഞ്ഞ ഭക്തിയാൽ. മാറ്റിടാം നമുക്കി ലോകമൂറ്റമുള്ള വാക്കിനാൽ, പിഴച്ചിടാച്ചുവടിനാൽ ഉറച്ച. വാർത്തകൾ തുടരുന്നു. സംഘടനാ വാർത്തകൾ. തെക്കൻ കേരളത്തിലെ ഏറ്റവും വലിയ ഹുബ് റസൂൽ കോൺഫറൻസ് ഡിസംബർ 20 എറണാകുളത്ത് നടക്കും. പരിപാടിയിൽ പങ്കെടുക്കാനെത്തുന്നവർക്ക് എല്ലാവിധ സജ്ജീകരണങ്ങളും ഏർപ്പെടുത്തുന്നതിനും പരിപാടിയുടെ സുഗമമായ നടത്തിപ്പിനുമായി സ്വാഗത സംഘം നിലവിൽ വന്നു. പി അബ്ദുൽ ഖാദർ മദനി ചെയർമാനും അഡ്വക്കേറ്റ് സി എ മജീദ് ജനറൽ കൺവീനറുമായാണ് കമ്മിറ്റി നിലവിൽ വന്നത്. വിവിധ സബ് കമ്മിറ്റി ചെയർമാൻമാരെയും കൺവീനർമാരെയും തിരഞ്ഞെടുത്തിട്ടുണ്ട്. മർക്കസ് കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ് യൂണിയൻ കോഴിക്കോട് അസിസ്റ്റന്റ് കലക്ടർ രോഹിത് മീണ ഉദ്ഘാടനം ചെയ്തു. പ്രിൻസിപ്പൽ പ്രൊഫസർ എ കെ അബ്ദുൽ ഹമീദ് അധ്യക്ഷത വഹിച്ചു. ദേശീയ അധ്യാപക അവാർഡ് നേടിയ മർക്കസിലെ അധ്യാപകൻ നിയാസ് ചൊലയെ ചടങ്ങിൽ ആദരിച്ചു. യൂണിയൻ ഭാരവാഹികൾക്ക് ഒ മുഹമ്മദ് ഫസൽ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. മർക്കസ് വൈസ് ചാൻസലർ ഡോക്ടർ ഹുസൈൻ സഖാഫി ചുള്ളിക്കോട്, കോയ കാപ്പാട്, എ കെ ഖാദർ, ഡോക്ടർ എം എ ജബൂർ തങ്ങൾ, പ്രൊഫസർ പി എം രാഘവൻ തുടങ്ങിയവർ സംസാരിച്ചു. SYS കടലുണ്ടി സർക്കിൾ ആഭിമുഖ്യത്തിൽ സാന്ത്വന കേന്ദ്രം സമർപ്പണവും ക്യാൻസർ ബോധവൽക്കരണ ക്യാമ്പും സംഘടിപ്പിച്ചു. സാന്ത്വന കേന്ദ്രം ഉദ്ഘാടനം സയ്യിദ് മുഹമ്മദ് തുറാബ് അസഖാഫി നിർവഹിച്ചു. ക്യാൻസർ ബോധവൽക്കരണ ക്യാമ്പ് എളമരം കരീം MLA ഉദ്ഘാടനം ചെയ്തു. സയ്യിദ് ഷിഹാബുദ്ദീൻ അൽ ബുഖാരി ഹെൽത്ത് കാർഡ് വിതരണം നടത്തി. ഹംസക്കോയ ബാക്കവി കടലുണ്ടി അധ്യക്ഷത വഹിച്ചു. ക്യാൻസർ ബോധവൽക്കരണ ക്ലാസിന് ഡോക്ടർ EN അബ്ദുൽ ലത്തീഫ്, ഡോക്ടർ വിനോദ് ആർ വാര്യർ, ഡോക്ടർ മുഹമ്മദ് ഷമീം, ഡോക്ടർ KL ബാബു തുടങ്ങിയവർ നേതൃത്വം നൽകി. മർക്കസിലെ 2 വർഷത്തിൽ കുറയാത്ത സഹജീവിതത്തിന്റെ അനുഭൂതി പുതുക്കാനായി വർഷങ്ങൾക്ക് മുമ്പ് വേർപിരിഞ്ഞ വിവിധ കോണുകളിൽ സേവനം ചെയ്യുന്ന സഖാഫികൾ തങ്ങളുടെ ക്ലാസുകളിൽ വീണ്ടും ഒരുമിച്ച് കൂട്ടുന്ന കൂട്ടായ്മയായി ബാച്ച് തല സംഗമങ്ങൾ മർക്കസിൽ നടത്താൻ സയ്യിദ് മുഹമ്മദ് തുറാബ് സഖാഫിയുടെ അധ്യക്ഷതയിൽ ചേർന്ന സഖാഫി ശൂറ ഭാരവാഹികളുടെ യോഗം തീരുമാനിച്ചു. ഓരോ ബാച്ചിലെയും സംഗമങ്ങൾ സമയബന്ധിതമായി അതാത് ബാച്ചിലെ പ്രമുഖ സഖാഫികളെ കൺവീനർമാരാക്കി സംഘടിപ്പിക്കാൻ പദ്ധതിക്ക് രൂപം നൽകി. ഓരോ ബാച്ചിലെയും സഖാഫികൾ സഖാഫി കൌണ്ടറിൽ പേര് രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. യോഗത്തിൽ ഡോക്ടർ AP അബ്ദുൽ ഹക്കീം അസ്ഹരി കാന്തപുരം, PKM സഖാഫി ഇരിങ്ങലൂർ, ലത്തീഫ് സഖാഫി പെരുമുഖം പങ്കെടുത്തു. കാലിക്കറ്റ് സർവകലാശാലയുടെ വിദൂര വിദ്യാഭ്യാസ കോഴ്സുകൾക്ക് UGC അംഗീകാരം നേടിയെടുക്കുന്നതിൽ അധികൃതർ കാണിക്കുന്ന അലംഭാവം അവസാനിപ്പിക്കുക എന്നാവശ്യപ്പെട്ട് SSF മലപ്പുറം ജില്ലാ കമ്മിറ്റി യൂണിവേഴ്സിറ്റി മാർച്ച് സംഘടിപ്പിച്ചു. അനധികൃത വിദൂര വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ നടത്തുന്നു എന്നതിന്റെ പേരിൽ 2 മാസം മുമ്പാണ് കാലിക്കറ്റ് സർവകലാശാലയുടെ വിദൂര വിദ്യാഭ്യാസ കേന്ദ്രത്തിന്റെ അംഗീകാരം UGC റദ്ദാക്കിയത്. ഇത് വീണ്ടെടുക്കാനുള്ള ഗൌരവകരമായ ഒരു ഇടപെടലും നടത്താൻ യൂണിവേഴ്സിറ്റി അധികൃതർ തയ്യാറായിട്ടില്ലെന്ന് SSF മാർച്ച് കുറ്റപ്പെടുത്തി. ധാർമ്മിക വിപ്ലവം ജിന്ദാബാദ്, ധാർമ്മിക വിപ്ലവം ജിന്ദാബാദ്. UGCയുടെ അംഗീകാരം പോയിട്ടെത്ര നാളുകളായി വീണ്ടെടുക്കാനായില്ലെങ്കിൽ
എന്തിന് സർവകലാശാല? എന്തിന് സർവകലാശാല? ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളാണ് കാലിക്കറ്റ് സർവകലാശാലയുടെ വിദൂര വിദ്യാഭ്യാസ വിഭാഗത്തിൽ പഠനം നടത്തുന്നത്. ഇവരുടെ പഠനവും പരീക്ഷയുമെല്ലാം ഇപ്പോൾ ആശങ്കയിലാണ്. വിദൂര വിദ്യാഭ്യാസ കേന്ദ്രത്തിന്റെ അംഗീകാരം റദ്ദായിട്ട് മാസങ്ങളായിട്ടും അത് വീണ്ടെടുക്കുന്നതിന് കാര്യക്ഷമമായ ഇടപെടൽ നടത്താൻ സിൻഡിക്കേറ്റിനോ ഭരണസമിതിക്കോ കഴിഞ്ഞിട്ടില്ല. ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളെ ബാധിക്കുന്ന ഈ വിഷയത്തിൽ സാമ്പ്രദായിക രാഷ്ട്രീയ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ മൌനം പാലിക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് SSF ഇന്ന് യൂണിവേഴ്സിറ്റിയിലേക്ക് മാർച്ച് നടത്തിയത്. രാവിലെ 9 മണിക്ക് യൂണിവേഴ്സിറ്റി കോഹിനൂരിൽ നിന്നും ആരംഭിച്ച മാർച്ച് SSF സംസ്ഥാന സെക്രട്ടറി CK ഷക്കീർ അരിമ്പ്ര ഉദ്ഘാടനം ചെയ്തു. SSF ജില്ലാ പ്രസിഡന്റ് M ദുൽഫുക്കാർ അലി സഖാഫി, SSF ജില്ലാ ജനറൽ സെക്രട്ടറി M അബ്ദുറഹ്മാൻ, ക്യാമ്പസ് സെക്രട്ടറി MK മുഹമ്മദ് സഫ്വാൻ, ജില്ലാ സെക്രട്ടറി CK മുഹമ്മദ് ഫാറൂഖ് എന്നിവർ മാർച്ചിന് നേതൃത്വം നൽകി. പെരുവയൽ കല്ലേരി CM മെമ്മോറിയൽ ICCയിൽ മാസാന്ത ദിക്ർ മജ്ലിസും SYS സംസ്ഥാന ട്രഷറർ സയ്യിദ് ഉമറുൽ ഫാറൂഖ് തങ്ങൾ അനുസ്മരണവും ഇന്ന് മഗ്രിബ് നിസ്കാരാനന്തരം നടക്കും. KP ബീരാൻ മുസ്ലിയാർ അനുസ്മരണ പ്രഭാഷണം നടത്തും. സയ്യിദ് ഫضലുർ റഹ്മാൻ ജമലുല്ലൈലി അഹ്സനി സമാപന പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകും. SYS പുനഃസംഘടനാ പ്രവർത്തനങ്ങൾക്കുള്ള കുന്നമംഗലം സോൺ 2ാം-ഘട്ട ശില്പശാല നാളെ 3 മണിക്ക് കൽപ്പള്ളി CMDCയിൽ നടക്കും. SSF മുൻ സംസ്ഥാന സെക്രട്ടറി കലാം മാസ്റ്റർ മാവൂർ ഉദ്ഘാടനം ചെയ്യും. SYS സ്റ്റേറ്റ് സെക്രട്ടറി മജീദ് കക്കാട് വിഷയാവതരണം നടത്തും. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ശിവസേനയുടെ സമ്മർദ്ദതന്ത്രങ്ങൾക്ക് വഴങ്ങില്ലെന്ന് മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫഡ്നാവിസ്. തെക്കൻ കേരളത്തിലെ ഏറ്റവും വലിയ ഹുബ് റസൂൽ കോൺഫറൻസ് ഡിസംബർ 20 കൊച്ചിയിൽ സ്വാഗത സംഘം നിലവിൽ വന്നു. ട്രെയിൻ ടിക്കറ്റ് ബുക്കിംഗിന് വൻ റാക്കറ്റ്, 30 സെക്കൻഡിൽ നടന്നത് 2 ലക്ഷം ബുക്കിംഗുകൾ. വായന അതിജീവനത്തിന്റെ അടിയാധാരം, പ്രവാസി വായന സൌദി ദേശീയതല പ്രഖ്യാപനം നടത്തി. സർവകലാശാലയുടെ വിദൂര വിദ്യാഭ്യാസ കോഴ്സുകൾക്ക് UGC അംഗീകാരം ആവശ്യപ്പെട്ട് SSF മാർച്ച് നടത്തി. ഇതോടെ KMIC ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. അടുത്ത ന്യൂസ് ബുള്ളറ്റിൻ സൌദി സമയം രാത്രി 10:30, തുടർന്ന് നാളെ വൈകിട്ട് ഇന്ത്യൻ സമയം 7 മണിക്ക്. ന്യൂസുകൾ അയക്കേണ്ട വിലാസം KMIC newstime@gmail.com. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.